നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു. ജനത ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആലീസ് ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. 4 ലക്ഷത്തിലധികം രൂപ വകയിരുത്തി. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് ആശ്വാസമായി 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടിലുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്നും 4,17,500 രൂപ വിനിയോഗിച്ചാണ് കട്ടിലുകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അവർക്കുള്ള ആനുകൂല്യങ്ങളും നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ നാട്ടിൽ ഒരു പഞ്ചായത്ത് വന്നു കഴിഞ്ഞിട്ട് പഞ്ചായത്തിൽ നിന്ന് റോഡ് നന്നാക്കണം, വെള്ളം വേണം, വീട് വേണം, അതിലപ്പുറത്തേക്കൊന്നും നമ്മൾ മനുഷ്യന്മാർ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശുപത്രി കിടക്കുന്ന ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് മാസത്തിൽ 4,000 രൂപ, ഒരു വർഷത്തിൽ 48,000 രൂപ വെച്ച് കൊടുക്കുന്ന കേരളത്തിലെ ഏക പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. ഇപ്പോൾ രോഗികളായാലും കുട്ടികളായാലും, അംഗൻവാടി കുട്ടികൾ, പഴയ കാലത്തൊക്കെ അംഗൻവാടിയിൽ മണ്ണിലും ചേറിലും ഒക്കെ കളിച്ചിരുന്ന കുട്ടികൾ ഇന്ന് ടൈൽസ് ഇട്ട ഹൈടെക് അംഗൻവാടികളിൽ ഒരു അംഗൻവാടി നമ്മൾ ശീതീകരിച്ച അംഗൻവാടി AC കൂടിയുള്ള അംഗൻവാടിയാണ് അവസാനം നമ്മൾ ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ ക്രഷ് നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് പുറമെ 3 മാസം കഴിയുന്ന കുട്ടികളെ കൂടി അവിടെ പരീക്ഷിക്കുന്ന സംവിധാനം 2 അംഗൻവാടിയിൽ ക്രഷ് ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും പ്രായം കൂടിയ ആളുകൾ വരെയുള്ള എല്ലാവരുടെയും കാര്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലുമൊക്കെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ലത, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീകുമാർ, അംഗൻവാടി വർക്കർ P അനിത, ICDS സൂപ്പർവൈസർ Dr. S സിജി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാനുള്ള പഞ്ചായത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കിയത്. CCV ന്യൂസ്, പഴയന്നൂർ.